നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അഡ്വക്കേറ്റ് ടി.കെ.ജി. നായർ. അദ്ദേഹം ഭാരതകേസരി NSS കരയോഗം കുമ്പഴ പത്തനംതിട്ടയിലെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇതിനു മുമ്പ് ശ്രീ നാരായണ പണിക്കരുടെ കാലത്ത് NSSൻ്റെ പ്രതിനിധി സഭാ അംഗവും കൂടിയായിരുന്നു. NSS ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ അദ്ദേഹം ദുഃഖിതനാണ് എന്ന് മാത്രമല്ല, അതിനെതിരെ കോടതിയിലടക്കം ദീർഘമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. എന്തുകൊണ്ടാണ് NSSുമായി ഇത്ര നേരിട്ടുള്ള പോരാട്ടത്തിന് നീങ്ങുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം സാർ, NSS എന്ന് പറയുന്ന പ്രസ്ഥാനം, മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ നായന്മാർക്ക് വേണ്ടി അവരുടെ അധസ്ഥിതാവസ്ഥ കണ്ടുകൊണ്ട് ഒരു പുരോഗമനത്തിലേക്ക് അവരെ എത്തിക്കണമെന്ന് കരുതി ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ദിശയിൽ, നായർക്ക് യാതൊരു വിധത്തിലും ഗുണകരമല്ലാത്ത ഒരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യാപകമായ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുക. അവിടെ സ്വേച്ഛാധിപത്യം നടക്കുന്നു എന്ന് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയമുണ്ടാവാം, പക്ഷേ അതിലെ സത്യം എന്താണ് എന്ന് ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശം. സാറിൻ്റെ അനുഭവത്തിൽ, സാറ് പ്രതിനിധി സഭാ അംഗമായിരുന്നു, ദീർഘകാലമായി ഭാരതകേസരി കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. വളരെ ഡയറക്റ്റായിട്ട് പെരുന്നയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ അങ്ങ് നടത്തിയിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ മുൻ ജനറൽ സെക്രട്ടറിമാരുമായി നല്ല ആത്മബന്ധമുള്ള ഒരാളാണ്. അങ്ങ് എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ? എന്താണ് ചീഞ്ഞു പോകുന്നത്? ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ഒന്നും പോരാട്ടം NSSനെതിരെ അല്ല. NSSനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന, NSSൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് നായർ സമുദായത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഒരു നേതൃത്വവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഉപജാപ വൃന്ദവുമുണ്ട്. അവർക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. അവിടുത്തെ NSS ഇന്ന് നിലനിൽക്കുന്ന ഏകാധിപത്യം, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, അഴിമതി, ഇതെല്ലാം വെറും ആരോപണങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ഉദാഹരണ സഹിതം, തെളിവ് സഹിതം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലുള്ള നിയമ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മന്നത്ത് പത്മനാഭൻ്റെ ആത്മാവ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. സാർ, ഇത് പലപ്പോഴും പറയുന്നത് NSSൻ്റെ കരയോഗങ്ങളിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. താലൂക്ക് അത് 5500ഓളം വരുന്ന കരയോഗങ്ങൾ, അതുപോലെ തന്നെ 60ഓളം വരുന്ന താലൂക്ക് യൂണിയൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി സഭ, ഒരു ഡയറക്ടർ ബോർഡൊക്കെയുള്ള ഈ കമ്പനി ആക്ട് അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട NSSൽ അത്തരത്തിൽ അഴിമതിക്കും അല്ലെങ്കിൽ മറ്റ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സ്ഥാനമില്ല എന്നുള്ളത് ജനറൽ സെക്രട്ടറി അടക്കം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ എന്താണ് സത്യം, എന്താണ് മിഥ്യ? അത് ജനറൽ സെക്രട്ടറി പറയുന്നത് തെറ്റാണെന്ന് ജനറൽ സെക്രട്ടറിയുടെ മനസ്സാക്ഷിക്ക് തന്നെ അറിയാം. കാര്യം ഏകദേശം 1/3 കരയോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താതാണ് ഈ കേരളത്തിലെ മുഴുവനുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, കമ്പനി ലോ, ജനപ്രാതിനിധ്യം നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല കമ്പനിക്ക് കമ്പനി ലോ ആണ് ബാധകം. ജനപ്രാതിനിധ്യ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അല്ല. അപ്പോൾ കമ്പനി നിയമത്തിൽ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. എവരി മെമ്പർ ഹാസ് എ റൈറ്റ് ടു വോട്ട് എന്നാണ്. കാര്യം എല്ലാ കമ്പനിയിലും ഷെയർ എടുത്തിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ആദ്യത്തെ തെറ്റ്. 2, കാര്യം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഡയറക്റ്റായിട്ട് മെമ്പേഴ്സിന് വോട്ടവകാശം ഇല്ല. മെമ്പേഴ്സ് കുറേ പ്രതിനിധികളെ ഏറ്റെടുക്കുന്നു. ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, ഒരു കരയോഗത്തിന് അവിടുത്തെ കരയോഗ അംഗങ്ങൾക്ക് ഒരു വോട്ടവകാശമില്ല. കരയോഗ അംഗങ്ങൾക്ക് നേരിട്ട് ജനറൽ സെക്രട്ടറിയെ, ഡയറക്ടറെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം കമ്പനി നിയമം അനുവദിക്കുമ്പോൾ ഈ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് അത് സാധ്യമല്ല. അതെന്തുകൊണ്ടാണ്? ഒരു ബൈലോ ഭേദഗതി, കമ്പനി നിയമത്തിനെതിരായിട്ടുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഞങ്ങൾ കേസ്. ഒരു കാര്യം ഞാൻ പറയുന്നത്, കേരളത്തിൽ 14 ലക്ഷം വരുന്ന നായന്മാരൊന്നും അവരാരും NSSൽ അംഗത്വം ഇല്ല. അത് നായന്മാരുടെ ഇടയിൽ ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്, ഞങ്ങളൊക്കെ NSSലെ മെമ്പർമാരാണ്. പക്ഷെ ടെക്നിക്കലി അതല്ല. അതായത് മെമ്പർഷിപ്പ് എടുത്ത് റെസീറ്റ് കൈ കിട്ടിയാലും കരയോഗത്തിന്റെ മെമ്പർഷിപ്പേ ഉള്ളൂ അവർക്ക്. NSSന്റെ മെമ്പർഷിപ്പ് കരയോഗത്തിന് മാത്രമേ ഉള്ളൂ.
5200 കരയോഗങ്ങളും പിന്നെ 60 താലൂക്ക് യൂണിയനുകളും ഏകദേശം 500 ശിഷ്ടം വ്യക്തി മെമ്പർമാർ, ഇതടങ്ങുന്ന ഏകദേശം 5800 മെമ്പർമാരെ NSSലുള്ളൂ. അവർക്ക് മാത്രമേ ഞങ്ങൾ NSSലെ മെമ്പറാണെന്ന് പറയാനുള്ള അവകാശമുള്ളൂ, അതിനുള്ള പ്രിവിലേജ് ഉള്ളൂ. അപ്പോൾ ഈ കരയോഗത്തിലെ മെമ്പർ എന്ന് പറയുന്ന, കരയോഗത്തിൻ്റെ വോട്ടവകാശം നിശ്ചയിക്കുന്നത് ഇലക്ടറൽ റോൾ മെമ്പർ എന്ന് പറഞ്ഞ ഒരാളാണ്. കരയോഗം തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ടറൽ റോൾ മെമ്പർ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഏകാധിപത്യപരമായി നടക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം, ഈ കരയോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ NSSലെ ഉദ്യോഗസ്ഥർ വിചാരിക്കണം. സുകുമാരൻ നായരുടെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് ഈ കരയോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യസ്ഥർ. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കരയോഗത്തിൻ്റെ കാര്യം തന്നെ പറയാം. എൻ്റെ കരയോഗത്തിൻ്റെ കാലാവധി കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴിഞ്ഞു. ഞങ്ങൾ ജൂലൈയിൽ തന്നെ കത്ത് കൊടുത്തു, ഞങ്ങളുടെ കരയോഗത്തിൻ്റെ കാലാവധി സെപ്റ്റംബറിൽ തീരുകയാണ്, സൗകര്യമുള്ള ഒരു ഡേറ്റ് വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് നടത്തി തരണമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അനങ്ങിയില്ല. വീണ്ടും ഞങ്ങളൊരു കത്ത് കൊടുത്തപ്പോൾ പറഞ്ഞു, അത് നിങ്ങളുടെ റെക്കോർഡുകളെല്ലാം യൂണിയൻ ഓഫീസിലേക്ക് കൊണ്ടുതരണം, അതൊന്ന് ഓഡിറ്റ് ചെയ്യണം, അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടത്തണം. ബൈലോയിൽ അങ്ങനെ പറഞ്ഞിട്ട്, ബൈലോയിൽ ഓഡിറ്റ് എന്നൊരു വാക്കേ പറഞ്ഞിട്ട്, കാര്യം ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ്. യൂണിയൻ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സും കഴിഞ്ഞ് വരുന്ന ഒരു പോസ്റ്റാണ്. അയാൾക്കൊരു കണക്ക് ഓഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കണക്ക് പരിശോധിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കരയോഗത്തിൻ്റെ ബൈലോ പറയുന്നത് യൂണിയനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് കണക്ക് പരിശോധിക്കാനുള്ള അവസരം കൊടുക്കണം എന്നാണ്. അപ്പം ഞങ്ങൾ ആ ബൈലോ അനുസരിച്ച് അവർക്ക് എഴുതി, നിങ്ങൾക്ക് ഏത് സമയവും ഞങ്ങളുടെ കരയോഗത്തിൻ്റെ ഓഫീസിൽ വന്ന് കണക്ക് പരിശോധിക്കാം, നിങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്ന തീയതി വന്നിട്ട് കണക്ക് പരിശോധിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം. ഇപ്പോൾ സാധാരണ ഇവർ ചെയ്യുന്നത്, ഈ കരയോഗത്തിൻ്റെ റെക്കോർഡെല്ലാം കൂടെ അവിടെ വാങ്ങിച്ച് വെച്ചിട്ട് പൂഴ്ത്തി വെക്കും, പിന്നെ എടുക്കത്തില്ല, റെക്കോർഡും തരത്തില്ല, തിരഞ്ഞെടുപ്പും നടത്തില്ല. ഇതാണ് നമ്മൾ ചുറ്റും കണ്ടുവരുന്നത്. അപ്പോൾ ഈ പിന്നെ ഇതേപോലെ തന്നെ എന്നിട്ട് അവിടെ വെച്ചു നടന്നില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും നോട്ടീസ് അയച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു നോട്ടീസ്, ഞങ്ങളൊരു ഇലക്ഷൻ ഓഫീസറെ വെക്കുകയാണ്, റിട്ടേണിംഗ് ഓഫീസറെ വെച്ച് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്, നിങ്ങൾ പ്രതിനിധികളെ അയക്കണമെന്ന് പറഞ്ഞ് വീണ്ടും കൊടുത്തു. ഇതെല്ലാം കോപ്പി നമ്മൾ കരയോഗം രജിസ്ട്രാർക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ വന്നില്ല. രണ്ടാമത് റിട്ടേണിംഗ് ഓഫീസറെ വെച്ച് തിരഞ്ഞെടുപ്പ് നടത്തി, ഏകകണ്ഠമായിട്ട് കരയോഗത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നു. ആ തിരഞ്ഞെടുപ്പ് നടന്ന് അതിനുശേഷമുള്ള ലിസ്റ്റും ആ റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ടും കൂടെ നമ്മൾ യൂണിയനിൽ അയച്ചു, പിന്നെ കരയോഗ രജിസ്ട്രാർക്ക് അയച്ചു. എന്നിട്ട് കരയോഗത്തിൻ്റെ ഓഡിറ്റ് ചെയ്ത് ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ട് അയച്ചു കൊടുത്തു. ഈ കരയോഗ രജിസ്ട്രാർക്കും യൂണിയൻ സെക്രട്ടറിക്കും അയച്ചു കൊടുത്തു. അവർ തിരഞ്ഞെടുപ്പിന് അംഗീകാരം തരുന്നില്ല. ഞങ്ങൾ ഓഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് അംഗീകാരം തരാതിരിക്കുകയാണ്, തിരഞ്ഞെടുപ്പ് അംഗീകാരം. ഇതേപോലെ തിരഞ്ഞെടുപ്പ് നടത്താത്ത ഏകദേശം 3 കൊല്ലത്ത് 10-30 കരയോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. അപ്പോൾ അവർ കേസാണ്. അടൂർ യൂണിയനിൽ കുറേ കരയോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല, അവർ കേസാണ്. ഹൈറേഞ്ച് യൂണിയനിൽ വർഷങ്ങളായിട്ട് കോടതി പറഞ്ഞിട്ടും തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെ എതിരഭിപ്രായം പറയുന്ന കരയോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ, അഥവാ നടത്തിയാൽ അതിന് അംഗീകാരം കൊടുക്കാതെ ഞങ്ങൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പരിഹാസ്യമല്ലേ. നമ്മൾ തെളിവ് കൊടുക്കാം. നമ്മൾ എത്ര കരയോഗങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്, എത്ര കരയോഗങ്ങളിൽ അവർ അംഗീകാരം കൊടുക്കാത്തതുണ്ട്, നമ്മുടെ തെളിവുണ്ട്. ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ഒരു വ്യാജ പ്രചരണമാണ് ഡെമോക്രസി. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു സംഭവമേ NSSലില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പല കരയോഗങ്ങൾക്കും ജനാധിപത്യപരമായിട്ടല്ല തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഇനി ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് നടത്തിയവയെ തന്നെയും അംഗീകാരം കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്തിനും നമ്മൾ കോടതിയിൽ പോകണം എന്നുള്ള. കഴിഞ്ഞ പ്രാവശ്യം പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചു വിട്ടിട്ട് ജനറൽ സെക്രട്ടറിയുടെ ഒരു പരാമർശം കിട്ടായിരുന്നു, വേണമെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കട്ടെ. അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആ കേസ് തിരികിപ്പിച്ചുകൊണ്ട് പോകണമെന്ന് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളാണ് സുകുമാരൻ നായർ. കാര്യം കേസ് കൊടുത്താൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നറിയാം. അതുകൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്. കാര്യം നിയമവ്യവസ്ഥ എൻ്റെ കയ്യിലാണെന്നുള്ള ഒരു വെല്ലുവിളിയാണ് പറയുന്നത്. അതെ. ഇത് പണ്ട് മാർക്സിസ്റ്റുകാർ ഈ കഴിഞ്ഞ ഭരണകാലത്ത് പലപ്പോഴും പലരോടും ജനങ്ങളോട് പറയാറുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ താൻ കൊണ്ട് കേസ് കൊടുക്കുന്നത്. പക്ഷേ VS അച്യുതാനന്ദൻ എപ്പോഴും പറഞ്ഞിരുന്നത്, ജനങ്ങളെ കേസിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടി എൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. കാരണം അതൊരു ഭൂഷണമായ കാര്യമല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. കാരണം കേസ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് സിവിൽ കേസ്. അപ്പോൾ സിവിൽ കേസിലും ക്രിമിനൽ കേസിലും ഒന്നും ജനങ്ങളെ പെടുത്തരുത്, അവരെ അതിൽ നിന്ന് മുമ്പായിട്ട് പ്രശ്നം പരിഹരിച്ച് മാക്സിമം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രശ്നം പരിഹരിച്ച്. അതാണ് ഡെമോക്രസി. അത് മാത്രമല്ല,
ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡാണ്. അതെ, ഈ ഒരു ഓഡിറ്റും ഇല്ലാതെ യാതൊരു മാസം തോറും പൊതുയോഗം കൂടി കണക്ക് അവതരിപ്പിച്ച് പാസ്സാക്കാത്ത കരയോഗങ്ങളിൽ ഈ ഏറാമൂളുകൾ ഭാരവാഹികളാണെങ്കിൽ യൂണിയൻ സെക്രട്ടറിയുടെയും പിന്നെ സുകുമാരൻ നായരുടെയും ആജ്ഞാനുവർത്തികളായിട്ടുള്ള കരയോഗങ്ങൾ ഓഡിറ്റ് വേണ്ട. അവിടെ വർഷങ്ങളായിട്ട് ഓഡിറ്റ് നടത്താതെ തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. പത്തനംതിട്ട താലൂക്ക് യൂണിയനിൽ 5 കൊല്ലം ഓഡിറ്റ് നടത്താതെ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെലക്റ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഇത് അവർക്ക് ഇഷ്ടമില്ലാത്ത കരയോഗത്തിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ഓഡിറ്റ് അവർ തന്നെ ചെയ്യണമെന്നാണ്. അല്ലാതെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്താൽ പറ്റില്ല. ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ തന്നെ അവരെന്ത് ഓഡിറ്റാണ് ഇവർക്കറിയാമോ? ഓഡിറ്റ് ചെയ്യാൻ ഒരു യൂണിയൻ സെക്രട്ടറി ഈസി പ്രൊഫഷണൽ ഓഡിറ്റർ, അയാൾ ഒരു ഓഡിറ്റിന്റെ അർത്ഥം അറിയാവുന്ന ആളാണോ യൂണിയൻ സെക്രട്ടറി? അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് കറക്റ്റ് ആയിരിക്കുന്നല്ലോ, പെരുന്നയിലെ പോപ്പാണെന്ന്. തീർച്ചയായിട്ടും പെരുന്നയിലെ പോപ്പിന് ജനാധിപത്യം ആവശ്യമില്ല. അദ്ദേഹം പുറപ്പെടുവിക്കുന്ന തെട്ടൂരങ്ങൾ തന്നെയായിരിക്കും ജനാധിപത്യമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഈ റെപ്രസെന്റേറ്റീവ് പിന്നെ ഡെമോക്രസി ഉണ്ടല്ലോ, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, അത് കമ്പനിയിൽ കൊണ്ടുവന്നിട്ട് ഈ ഏതൊക്കെ കരയോഗത്തിൽ ആരൊക്കെ ജനറൽ സെക്രട്ടറിക്കെതിരെ സംസാരിക്കുന്നു എന്ന് ഈ യൂണിയൻ സെക്രട്ടറിക്ക് അറിയാം. അപ്പോൾ ആ കരയോഗങ്ങളിൽ ചെന്നിട്ട് ഈ പിന്നെ ഇവരെ പറഞ്ഞാൽ കേൾക്കുന്ന, യാതൊരു ശല്യമില്ലാത്ത, ഒരഭിപ്രായവും പറയാത്ത, 1-2 മിണ്ടാത്ത ആളുകളെ തിരഞ്ഞെടുത്ത് ഇവിടുന്ന് കൊണ്ടുവരും. തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന് അംഗീകാരം കൊടുക്കും. കാര്യം ഇവരെ കൊണ്ട് ശല്യമില്ല എന്ന് വളരെ വ്യക്തമാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് യൂണിയനിൽ 100 കരയോഗം ഉണ്ടെങ്കിൽ ഒരു 10-65-70 കരയോഗത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തും. 30 കരയോഗത്തിൽ ഉടക്കുള്ള എതിർത്ത് അഭിപ്രായം പറയുന്ന കരയോഗങ്ങളിൽ നടത്തിയില്ല. അപ്പോൾ ഈ 60 പേരെ വെച്ചിട്ടാകുമ്പോൾ എതിർപ്പില്ല. ഈ എതിർപ്പില്ലാതെ ഉള്ള ആളുകളെ തിരഞ്ഞെടുത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രതിനിധിസഭയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ എതിർപ്പ് വരത്തില്ല. കാര്യം നോമിനേഷൻ കൊടുക്കാൻ പോലെ ഇലക്ട്രൽ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഈ പാവങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സർവ്വസമ്മതരാണ്. ഏതെങ്കിലും ഒരു കരയോഗത്തിൽ ഒരു ഫംഗ്ഷന് ചെന്ന് സുകുമാരൻ നായർ ഒന്ന് പറഞ്ഞു നോക്കിയാൽ തെരുവിളി കേൾക്കാനാണ്. അങ്ങനെയാണ് നായർ സമൂഹം 95% വെറുത്ത് സഹിച്ച് ഇരിക്കുമ്പോഴാണ് ഞാൻ സർവ്വസമ്മതനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും പറഞ്ഞ് പത്രത്തിൽ കൂടെ വാർത്ത വരുന്നു. ഇപ്പൊ റോമിലെ പോപ്പിനെ പോലും തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ജനാധിപത്യം ഉണ്ട്. കാരണം ഇല്ലെങ്കിൽ അവിടെ നേരെ നടന്നില്ലെങ്കിൽ കറുത്ത പുക വരും. നേരെ നടന്നാൽ മാത്രമേ വെളുത്ത പുക വരൂ. അപ്പം പെരുന്നയിലെ പോപ്പിന് ഇതൊന്നും ബാധകമല്ല. കറുത്ത പുകയില്ല, വെളുത്ത പുകയില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇന്നലെ തന്നെ ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ പിരിച്ചു വിട്ടു. ഇന്നലെ അതിന്റെ കാരണം പറയുന്നത് അവിടുത്തെ കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ യൂണിയൻ സെക്രട്ടറിമാർക്കും യൂണിയൻ പ്രസിഡന്റുമാർക്കും അഴിമതി നടത്താൻ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പത്മകഫേ. എത്ര യൂണിയനുകളാണെന്ന്. പത്മകഫയിലെ ക്രമക്കേട് കൊണ്ട് പത്തനംതിട്ട താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിട്ടുണ്ട്, പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിട്ടുണ്ട്, ആലുവ താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിട്ടുണ്ട്, ഇപ്പോൾ ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ പിന്നെ പിരിച്ചുവിട്ടു. കാരണം എന്താ? ജനറൽ സെക്രട്ടറിയുടെ മകൻ പറഞ്ഞ ആളിന് പിന്നെ ആ ടെൻഡർ കൊടുത്തില്ല എന്നാണ് ഇന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടു. ഇത് കാരണം വേറൊന്നുമല്ല, ഇത് പിന്നെ ഈ ജനറൽ സെക്രട്ടറിയുടെ മകൻ പറഞ്ഞ ആളിന് അവിടെ പണി കോൺട്രാക്ട് കൊടുത്തില്ല, അതുകൊണ്ടാണ് പിരിച്ചു വിട്ടത് എന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇന്ന് രാവിലെ ഞാൻ കണ്ടു. അപ്പോൾ ആരോ ഒരു ടെലിവിഷൻ ചാനലിൽ പറയുന്നത് കേട്ടു, NSSൽ ഇപ്പം നേരെ നടക്കുന്നത് കാപ്പിക്കട മാത്രമാണ്. ഇപ്പോൾ കാപ്പിക്കടയും നേരെ നടക്കുന്നില്ല. കാര്യം NSന്റെ ബൈലോ അനുസരിച്ചിട്ട് ലാഭകരമായ ഒരു ബിസിനസ് നടത്താൻ പാടില്ല എന്നാണ്. NSന്റെ ബൈലോ 12 എക്സംഷൻ ഇൻകം ടാക്സിന്റെ കൊടുത്തിരിക്കുന്നുണ്ട്. ലാഭകരമായ ബിസിനസ് നടത്തുന്നവർക്കല്ല കൊടുക്കുന്നത്, ചാരിറ്റബിൾ പരിപാടി നടത്തുന്നവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പത്മകഫേ ലാഭകരമായിട്ട് നടത്താൻ ഒക്കത്തില്ല. അതാണ് ഇവരുടെ പിന്നെ സോഴ്സ് ഓഫ് ഇൻകം. ഏറ്റവും തട്ടിക്കാനുള്ളൊരു മാർഗവും അതാണ്. വരവ് 100 രൂപ, ചെലവ് 100 രൂപ കാണിച്ചേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ തട്ടിപ്പ് നടത്താൻ അത് ലെജിറ്റിമൈസ് ചെയ്തിരിക്കുകയാണ്. ബൈലോയിൽ കൂടെ തട്ടിപ്പ് ലെജിറ്റിമൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.